ഹായ് ഹലോ. ഇതൊരു ജിമ്മിച്ചൂൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണല്ലോ ഇത്. എല്ലാവരും യൂസ് ചെയ്യണം, നല്ല ഗ്ലേസിങ് ഒക്കെ ഉള്ള. ഇത് വെച്ചിട്ട് ചെയ്ത ഒരു ഗൗണിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിന് ഈ മെറ്റീരിയൽ കാണാൻ വേണ്ടിയിട്ട്. 5.5 മീറ്റർ ജിമ്മിച്ചൂൻ്റെ മെറ്റീരിയലും 4.5 മീറ്റർ ലൈനിങ്ങും ആണ് യൂസ് ചെയ്തത്. ലൈനിങ് മെയിൻ മെറ്റീരിയൽ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് 5.25 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിൽ റൗണ്ടിൽ വരയ്ക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എന്നിട്ടത് അരവണ്ണത്തിൻ്റെ അളവ് കൃത്യമാണോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം കേട്ടോ. ആ 5.25 കറക്റ്റായി ചെയ്ത് നന്നായിട്ട് മുട്ടുസൂചി ഒന്ന് ആ അരുഭാഗത്ത് തന്നെ ആ കോണായി വരുന്ന ഭാഗത്ത് മുട്ടുസൂചി വെച്ച് പിൻ ചെയ്ത് വെക്കുക ടേപ്പ്. എന്നിട്ട് ലെങ്ത്ത് 39 ഇഞ്ചാണ്. ആ 39 ഇഞ്ചക്ക് ഈ 5.25 കൂടി കൂട്ടിയിട്ട് നമ്മൾ ചോക്കും ടേപ്പും പിടിച്ചിട്ട് അങ്ങനെ പതുക്കെ വരച്ചു കൊടുക്കുക. അപ്പോൾ ടേപ്പ് പുറത്ത് പിടിക്കാൻ ഒരാൾ ആവശ്യമില്ല, നമ്മൾ തന്നെ പിടിച്ച് ഇങ്ങനെ ഈ മുട്ടുസൂചി വെച്ചുകൊണ്ട് അങ്ങനെ വെച്ച് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ട് അതേ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. കറക്റ്റായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് ആദ്യം തായ് ഭാഗമാണ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ മുകളിലവിടുത്തെ പിന്ന് ഊരി മാറ്റിയിട്ട് അവിടെയും കട്ട് ചെയ്തെടുത്ത് ശേഷം എല്ലാ പിന്നുകളും ഊരി മാറ്റുന്നുണ്ട്. കാരണം ഈ മെറ്റീരിയൽ വല്ലാതെ വൈകി പോണ മെറ്റീരിയലാണ് കയ്യിൽ നിന്ന്, അതുകൊണ്ട് നന്നായി പിൻ ചെയ്യും കേട്ടോ. പിന്നെ ലൈനിങ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 2 ഫോൾഡാക്കിയിട്ട് പിന്നെ അതിനെ കോണായി മടക്കുകയാണ് ചെയ്തത്. മറ്റേത് ഫുൾ അമ്പർല, ഇനി ലൈനിങ് സെമി അമ്പർലേ കൊടുക്കണേ. വേസ്റ്റ് റൗണ്ടിൻ്റെ ലെങ്ത്ത് കൊടുത്തത് 12.25 കാരണം വേസ്റ്റ് റൗണ്ട് കറക്റ്റായി കിട്ടുന്ന നേരത്തെ 5.25 കൊടുത്തത് അത് 4ആയിട്ട് മടക്കിയിട്ട് ഇനി ഇത് 2ആയി മടക്കിയിട്ട് കോണായിട്ട് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ അളന്ന് നോക്കണം കേട്ടോ, നമ്മൾ അരവണ്ണ അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന്. അവിടുന്ന് മറ്റേ 39 ഒരു 3-4 ഇഞ്ച് കുറച്ചിട്ടാണ് 35 ഇഞ്ചാണ് നമ്മൾ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് പിന്നെ ഞാൻ ലേസ് കൂടി വെട്ടി കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ അടിഭാഗം കാണാതെക്കാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്ത ടൈമിൽ കേട്ടോ. അപ്പോൾ 34 എടുത്തിട്ടുള്ളൂ. അത് കറക്റ്റ് അതേപോലെ തന്നെ ടേപ്പ് വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ ലെങ്ത്ത് ഈ 12.25 കൂടിയൊക്കെ കൂട്ടിയിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതിൽ 2 ഫോൾഡ് നമുക്ക് കിട്ടുള്ളൂ. 2 ഫോൾഡ് തായ് ഭാഗത്ത് നമ്മൾ ഏപ്പ് കൊടുക്കണം. ഇതിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് 2 ഭാഗം നമുക്ക് ഇതിൽ കിട്ടണില്ല. അത് പിന്നെ നമ്മൾ ഏച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ലൈനിങ് ആണുകൊണ്ട് ഏപ്പ് വരുന്നേ അറിയില്ല. അമ്പർലയിൽ സാധാരണ ഒരു ഇതൊക്കെ ഏപ്പ് വരും, പക്ഷേ എനിക്കിതിൽ 4 ഫോൾഡ് ചെയ്തപ്പോൾ ഏപ്പ് ഇല്ലാതെ തന്നെ മെയിൻ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ കട്ട് ചെയ്ത ഭാഗം ലൈനിങ്ങിൻ്റെ ഭാഗം കറക്റ്റായിട്ട് മടക്കിയിട്ടിട്ട് കട്ട് ചെയ്ത മറ്റേ ഭാഗം തിരിച്ച് നേരെ തേര് ഭാഗം ഇതിൻ്റെ അടിഭാഗത്ത് ലൈനിങ് നമ്മൾ തയ്യൽ തുമ്പുള്ളത് വെച്ചിട്ട് ബാക്കി ഇതിന് കറക്റ്റായിട്ട് നമ്മൾ വെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു പീസ് വെട്ടി പിന്നെ ആ പീസ് വെച്ചിട്ട് തന്നെ മറ്റേ വെട്ടി. പിന്നെ ഒന്നുണ്ട്, നമ്മൾ അമ്പർല എപ്പോഴും തൂങ്ങി വരും. നമ്മൾ എത്ര റെഡിക്ക് കട്ട് ചെയ്താലും തൂങ്ങി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടാവും. അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഡബിൾ സൈഡ് ടാപ്പ് ചുമരുമ്മൽ ഒട്ടിച്ചിട്ട് അതിന്മേൽ കറക്റ്റായിട്ട് അമ്പർലയുടെ ഡ്രസ്സ് കുറച്ച് നേരം ആ സ്കേർട്ട് ഭാഗം നമ്മൾ അതിന്മേൽ ഒട്ടിച്ചിട്ടാൽ ഇതിങ്ങനെ തൂങ്ങി വരും മെറ്റീരിയൽ. മെയിനായിട്ട് വരുന്ന സ്ഥലത്ത് നിന്ന് കറക്റ്റായിട്ട് അളവ് പിടിച്ചിട്ട് ആ അളവിൽ ഓവറായിട്ട് തൂങ്ങി വന്നത് സ്കെയിൽ വെച്ച് താഴത്തേക്ക് വെച്ചിട്ട് നമ്മൾ വരച്ച് കൊടുക്കുക ആദ്യം. എന്നിട്ട് പിന്നെ സ്കെയിൽ വെച്ച് കറക്റ്റിൽ പിടിച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതെല്ലാവരും അമ്പർല ഡ്രസ്സ് ചെയ്യുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത്. കാരണം അമ്പർല ഡ്രസ്സ് നമ്മൾ എത്ര കട്ട് ചെയ്താലും ഇതിനൊരു തൂക്കം വരും. അപ്പോൾ അതിങ്ങനെ തൂങ്ങി നിൽക്കണ ഇതിൻ്റെ കറക്റ്റായ അളവ് കിട്ടത്തില്ല. കറക്റ്റ് ഒരു ഭാഗം നല്ല കറക്റ്റ് അളവ്, ഒരു ഭാഗം തൂങ്ങിയാണ് നിൽക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നെറുവിലൊരു ഡബിൾ ടാപ്പ് സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ട് അതിന്മേൽ ഡ്രസ്സ് ഒരു 5 മിനിറ്റ് തൂക്കിയിട്ടാൽ ഇതിങ്ങനെ ഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി തൂങ്ങി വരും. ഈ മെറ്റീരിയൽ അതേപോലെ നമ്മളെ ഷിഫോൺ മെറ്റീരിയലൊക്കെ ഇതുപോലെ നന്നായി തൂങ്ങി വരും കേട്ടോ. അത് കറക്റ്റാക്കി വെട്ടുക. ശേഷം ഞാൻ ബോഡി പാർട്ട് വെട്ടി വെച്ചത് നല്ലൊരു എപ്പോഴും പേപ്പറിൽ ആ ബോഡിയുടെ അളവ് ഞാൻ കട്ട് ചെയ്തേക്കും കേട്ടോ. ഈ അളവ് കറക്റ്റായി പിടിച്ചിട്ട് ഇത് 15 ഇഞ്ചാണ് ബോഡീൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇപ്പോൾ വെട്ടണത് ബാക്ക് ഭാഗമാണ്. അപ്പോൾ 1 ഇഞ്ച് കറക്റ്റായിട്ട് മാറ്റി വെച്ചിട്ടത് സിബ് വെക്കാനുള്ള ഭാഗമാണ്. അത് മാറ്റി വെച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് ഈ ബാക്ക് ഭാഗം വെച്ച് കട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യണത്. ബാക്ക് ഭാഗത്തിനും വേണ്ടിയാണ് ഈ ബോഡി പാർട്ട് വെച്ച് ആദ്യം കട്ട് ചെയ്യണത്. അതിന് ഈ 1 ഇഞ്ച് മാറ്റി വെച്ചത് കറക്റ്റായി ഇതിക്ക് കൂട്ടിയിട്ട് എല്ലാ ഭാഗവും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 13 ഇഞ്ചാണ്. അതേപോലെ തന്നെ ചെസ്റ്റ് ഒക്കെ ഇതിൽ എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്ക് ഭാഗം
വെട്ടി. ഇനി ഫ്രണ്ടാണ് കേട്ടോ വെട്ടണത്. ഫ്രണ്ട് വെട്ടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതേപോലെ വെച്ചാൽ മതി. ഷോൾഡർ 1/2 ഇഞ്ച് ചെരിവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ 13 ഇഞ്ചിലും ഇത് കോളർ നെക്കായതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച് കൂട്ടി കൊടുത്തിട്ടാണ് ഷോൾഡർ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പകുതി ആക്കിയിട്ട് അതിൽ 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഷോൾഡർ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിൻ മെറ്റീരിയൽ നമ്മൾ ക്രോസ് ചെയ്ത് വെട്ടിയാൽ ബാക്കിയുള്ള ഭാഗത്ത് വെച്ചിട്ടാണ് വെട്ടണത്. ഇത് ഇതേപോലെ തന്നെ ആദ്യം 1 ഇഞ്ച് മാറ്റിയിട്ടാണ് ചെയ്യണത്. ഇത് നന്നായി പിൻ ചെയ്തിട്ടാട്ടോ ഈ തുണി ചെയ്യുക. കാരണം വല്ലാതെ നീങ്ങിപ്പോവും നമ്മൾ കട്ട് ചെയ്യണ നേരത്ത്. പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഈ മെറ്റീരിയൽ കുറച്ച് എയർ ഇട്ടിട്ടാണ് കട്ട് ചെയ്തിടുന്നത്. കാരണം ലൈനിങ് നമ്മൾ കറക്റ്റായി കട്ട് ചെയ്തിടണമല്ലോ. അപ്പോൾ ആ ലൈനിങ് വെച്ചിട്ട് പിന്നെ നമുക്കിത് അടിച്ച് കൊടുത്ത ശേഷം കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇതും ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പിന്നെ കറക്റ്റായിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു ട്രേസിങ്ങാണ് ചെയ്യണുള്ളൂ. എന്നിട്ട് അതാണ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിൽ ചെയ്യുന്നത്. അടിഭാഗം ഇത് നമ്മൾ റൗണ്ട് ചെയ്ത് അമ്പർല വെട്ടിയ സമയത്ത് ബാക്കിയുള്ള തുണിയാണ്. ആദ്യം സ്കേർട്ട് പോർഷൻ വെട്ടണം എന്ന് പറയുന്നത് അതാണ് കേട്ടോ ഇതിൽ. കാരണം ബാക്കി സൈഡ് തുണികളൊക്കെ വരുന്നത് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് മേലത്തെ ഭാഗം വെട്ടിയെടുക്കാം കേട്ടോ. സ്കേർട്ട് വെട്ടിയതിൻ്റെ സൈഡ് ഭാഗം വരുന്ന അല്ലാഞ്ഞാൽ നല്ല തുണി നമ്മളെടുത്ത് പിന്നെ ഈ തുണി നമുക്ക് വേസ്റ്റായി പോവുക ചെയ്യുക. അങ്ങനെ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പേപ്പറിൽ വെട്ടി വെക്കണത് കേട്ടോ. ഇതിൻ്റെ പാറ്റേൺ ട്രേസ് ചെയ്ത് വെക്കണത് പേപ്പറിൽ. ഇനി ഇതിൽ വെട്ടണത് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ടും ഇതേപോലെ തന്നെ അമ്പർല വെട്ടിയതിൻ്റെ ഒരു സൈഡ് 2ആയിട്ട് ഇട്ടിട്ട് ആ ഭാഗത്തുനിന്ന് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഷോൾഡർ വന്നത് 13.5 13.5 1/2 ഇഞ്ച് ഞാൻ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ആം ഹോളും അതേപോലെ തന്നെയാണ്, അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ചെസ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് ഞാനിതിൽ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ പേപ്പറിൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റിൽ എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ അളവുകളൊക്കെ. പിന്നെ വെട്ടണത് കൈയാണ്. കൈ നെറുഭാഗത്ത് മാത്രം ലേസ് സ്ലീവിന് പഫ് വേണം പറഞ്ഞു. അപ്പോൾ 22 ഇഞ്ചാണ് അളവ്. പിന്നെ 5 ഇഞ്ച് ഞാൻ ഏറെ പഫിനും കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കൈക്കുഴി വരുന്നത് 8.25 8.5 9 വരുന്നത്. അപ്പോൾ 8.25 എടുത്തിട്ട് ഇത് കറക്റ്റായിട്ടുള്ള കൈ ആദ്യം നമ്മൾ വരക്കുകയാണ് കേട്ടോ ചെയ്യണത്. 3 ഇഞ്ച് 3.5 ഇഞ്ച് താഴത്തേക്ക് അടയാളപ്പെടുത്തിയിട്ട് നേരെ ക്രോസ് ലൈൻ വരച്ചിട്ട് കറക്റ്റ് കൈ വരക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ മേലേക്ക് അടയാളപ്പെടുത്തിയ 5 ഇഞ്ചിന്ന് നേരെ കൈ ഈ സൈഡിൽ ചെരിവ് കൊടുത്ത് ഉടുക്ക് ഇങ്ങോട്ട് ഇത് യോജിപ്പിക്കുകയാണ് ചെയ്യണത്. അതേപോലെ തന്നെ തായ് ഭാഗത്തും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയ ശേഷം നെറൂന്ന് ഇങ്ങോട്ടുള്ള ആ 5 ഇഞ്ച് ഇട്ടിട്ട് വരച്ചല്ലോ ആ വരയിൽ കൂടെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യേണ്ട. അടിഭാഗത്തെ കൈയല്ല, ഇത് നെറൂലൊരല്പം പഫായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൊത്തമായിട്ടുള്ള പഫായിട്ടുള്ള സ്ലീവല്ല, മുകളിൽ മാത്രം ചെറിയൊരു പഫായിട്ട്. ഇത് രണ്ട് യോജിക്കണ സ്ഥലത്ത് ഈ 2 കൈയിൻ്റെ സ്ലീവിൻ്റെ ലൈന് യോജിക്കുന്ന സ്ഥലത്തൊരു കട്ടും നെറുഭാഗത്തൊരു കട്ടും നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അവിടെ നിന്നാണ് കൈയിൻ്റെ പഫ് തുടങ്ങണമെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കറക്റ്റായിട്ട് ലൈനിങ് പകുതി ഹാഫിന് ഒരു മുട്ടിൻ്റെ താഴെ വരെ ഒരു 15 ഇഞ്ചിലാണ് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് കൊടുത്ത് കറക്റ്റായിട്ട് ആ കൈ വെച്ച് വെട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഞാൻ നെക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ, ഇനി വെട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഈ മെറ്റീരിയൽ വെച്ച് വെട്ടി. ഇതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ടിൻ്റെ ലെങ്ത്ത് 3ഉം നെക്കിൻ്റെ വിഡ്ത്ത് 2.25 വരുന്നത്. അത് കറക്റ്റ് വെച്ചിട്ട് വെട്ടി. ബാക്ക് 1/2 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് നെക്ക് വെട്ടിയിട്ടുള്ളത്. ശേഷം മെയിൻ മെറ്റീരിയലിൻ്റെ ചീത്ത ഭാഗത്ത് ലൈനിങ് വെച്ചിട്ട് കറക്റ്റായിട്ട് കൈ യോജിപ്പിച്ച് കൈയും നെക്കും ഒക്കെ അയിമേൽ വെച്ച് അടിഭാഗം എല്ലാ ഭാഗവും കറക്റ്റാക്കി വെച്ചിട്ട് പിൻ ചെയ്ത ശേഷം ആകെ ഒരു വലിയൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ചെറിയ സ്റ്റിച്ചല്ല, വലിയ കാണിയിലുള്ള സ്റ്റിച്ചാണ് ഇട്ട് കൊടുത്തത്. ശേഷം ഒക്കെ വെട്ടി മാറ്റുകയാണ് ചെയ്യണത് കേട്ടോ. അടിഭാഗം ഒക്കെ അതേപോലെ ശരിക്കും പിടിച്ചിട്ട് തന്നെ ചെയ്യണം. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തുണി വലിഞ്ഞ് നിൽക്കരുത്. അതേപോലെ തന്നെ ബാക്ക് സൈഡും ചീത്ത ഭാഗത്ത് നല്ല തുണിയുടെ ചീത്ത ഭാഗത്ത് ലൈനിങ് വെച്ചിട്ട് ബാക്ക് സൈഡിലേക്കുള്ള ഭാഗത്ത് ലൈനിങ് വെച്ചിട്ട് ആദ്യം ലൈനിങ് രണ്ടും തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി, അതായത് നമ്മൾ സിബ് വെക്കണ ഭാഗത്ത് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ശേഷം നെക്കും കഴുത്തും എല്ലാ ഭാഗവും ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് പിന്നൊക്കെ ഊരി മാറ്റുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഇതൊക്കെ ഊരി മാറ്റിയ ശേഷം നേരെ എല്ലാം കട്ട് ചെയ്ത് മാറ്റി എക്സ്ട്രാ വരുന്ന പീസ്. കാരണം എക്സ്ട്രാ ഇട്ടിട്ട് നമ്മൾ മെയിൻ മെറ്റീരിയൽ വെട്ടീന്. അതിന് ശേഷം നെക്ക് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഷോൾഡർ എങ്ങനെ ജോയിൻ ചെയ്തത് ചോദിച്ചാൽ 2 ഭാഗത്തിൻ്റെയും നല്ല ഭാഗം തമ്മിൽ വെച്ചിട്ട് ഷോൾഡർ അയിമൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബാക്കും ഫ്രണ്ടും വെച്ച ശേഷം എല്ലാം ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് നമ്മളൊരു കസ്റ്റമർ ഓർഡർ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡ്രസ്സ് ആയതുകൊണ്ടൊക്കെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതൊരു ഓൺലൈൻ ഓർഡർ ആയിരുന്നു കേട്ടോ.
ശേഷം കറക്റ്റായിട്ട് ആ 1 ഇഞ്ച് നമ്മൾ വിട്ടണല്ലോ അതിൽ 1/4 ഇഞ്ച് നമ്മളൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക. ഏത് സിബ് വെക്കാൻ വിട്ടത് 2 സൈഡിലും 1/4 ഇഞ്ച്. കാരണം അതിൻ്റെ അതിങ്ങനെ തുമ്പിങ്ങനെ തള്ളി നിൽക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ തേര് ഭാഗം കഴിഞ്ഞ് അപ്പോൾ ആ തേര് ഭാഗം ഒന്ന് ഉള്ളിലോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം കറക്റ്റായിട്ട് 1/4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു വലിയ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതൊരു സിബ് വെക്കണ ഒരു എളുപ്പ വഴിയാണ് കേട്ടോ. എല്ലാവർക്കും സീക്രട്ട് സിബ് വെക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴിയാണ്. അങ്ങനെ അടിച്ച ശേഷം അതിൻ്റെ തുണിയുടെ നല്ല ഭാഗം വരുന്ന ഭാഗത്തേക്ക് സിബിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് ബാക്ക് കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യണത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഇതല്ല, ഞാൻ ഇതിന് മുന്നേ ഈ സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക എളുപ്പത്തിൽ എന്നുള്ളതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഐക്കണിൽ കൊടുക്കുക ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ആദ്യം ഇട്ട ടോപ്പ് സ്റ്റിച്ച് നമ്മൾ കഴിച്ചെടുക്കുക. അപ്പോൾ സിബ് കറക്റ്റായിട്ട് അവിടെ അറ്റാച്ച് ആയി ഉണ്ടാവും. അതിന് ശേഷം നമുക്ക് സിബ് അങ്ങോട്ടോ അങ്ങോട്ടോ തെന്നി പോകൂല. അങ്ങനെ പിന്നെ ഈ അടിഭാഗം ജസ്റ്റ് ഒന്ന് മേലേക്ക് അടിച്ചു കൊടുക്കുക. കാരണം സിബ് പുറത്തേക്ക് പോരാതെക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ സിബ് ഇങ്ങനെ ഇതുപോലെ നമുക്ക് കഴിച്ചാൽ കിട്ടും. ഇനി ചെയ്യേണ്ടത് പ്രഷർ ഫൂട്ട് 1 സൈഡ് ആക്കി മാറ്റുക. ഞാൻ 3 സൈഡ് യൂസ് ചെയ്യണം, ഫൂട്ട് ഇട്ട് അടിക്കണം. അപ്പോൾ 1 സൈഡേക്ക് മാറ്റിയ ശേഷം അതിന്മേൽ വെച്ചിട്ട് കറക്റ്റായി വെച്ചിട്ട് 1 സൈഡ് വെച്ച് ഈ സിബ് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നല്ല അരികു വശം ചേർത്ത് പിടിച്ചിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. ഇത് അടിച്ച സമയത്ത് ഞാൻ ലൈറ്റ് ഓൺ ആക്കിയിരുന്നു മെഷീൻ്റെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയായിട്ട് ക്ലിയർ കിട്ടാത്തത് കേട്ടോ. അതിന് ശേഷം സിബ് ഒന്ന് പൂട്ടി തുറന്ന് നോക്കുക, എവിടെയും സിബുമ്മൽ സ്റ്റിച്ച് കുടുങ്ങിയിട്ടില്ലല്ലോ എന്ന്. അത് ഉറപ്പായ ശേഷം ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കാരണം ഈ സിബിൻ്റെ സ്റ്റിച്ചിങ് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടേക്കാരവർക്ക് പോന്നാലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതുകൊണ്ട് നമ്മൾ തന്നെ ആ സിബിന് ഡബിൾ സ്റ്റിച്ച് ഇട്ട് അതേമാതിരി വീണ്ടും പ്രഷർ ഫൂട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട ശേഷം അങ്ങേ ഭാഗം അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സിബ് തുറന്നും പൂട്ടി നോക്കുക, റെഡിയാണോ നോക്കുക, ഒന്നും കുടുങ്ങണില്ലാന്ന്. അതേപോലെ ആ ഭാഗത്തും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് സിബൊക്കെ സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂട്ടിയൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗവും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എപ്പോഴും ഒരാൾക്ക് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫുള്ളി നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഒരാൾ ഏറ്റവും വലിയ നോക്കേണ്ട കാര്യം അതാണ്. അതിന് ശേഷം അവിടെയുള്ള നൂല് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത ശേഷം നന്നായി. ഇപ്പോൾ കണ്ടല്ലോ, ഈ സിബിൻ്റെ ഭാഗം ഒരു കാരണവശാലും പുറത്തേക്കൊന്നും കാണുന്നില്ല, അവിടെ സിബ് ഉണ്ടെന്നൊന്നും അറിയില്ല. ശേഷം അവിടെ കുടുങ്ങി കിടന്ന് ചെറിയ ചെറിയ കട്ട് ചെയ്ത് പോയ നൂലുകളൊക്കെ മാറ്റിയ ശേഷം നല്ല ഭാഗം വെച്ചിട്ട് കൈ അറ്റാച്ച് ചെയ്യാണ്. തുണിയുടെ നല്ല ഭാഗവും കയ്യിൻ്റെ നല്ല ഭാഗവും ഫേസ് ചെയ്യണ കോലത്തിൽ വെച്ചിട്ട് ഒരു അരുഭാഗത്തുനിന്ന് ഒരു കൈക്കുഴിയുടെ ഒരു ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ ആദ്യം ഒരു കട്ട് ചെയ്തിടണമല്ലോ, 2 കൈയും കൂടണേ. ആ ഭാഗത്ത് മുതൽച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അത് ലെഫ്റ്റും റൈറ്റും ഒരുപോലെ ആക്കാൻ നമ്മൾ നോക്കണം കേട്ടോ. പ്ലീറ്റ് കറക്റ്റാക്കി കൊടുക്കണം. ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് എൻ്റെ കയ്യിൽ നിന്ന് ആ പാളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇട്ടത് റെഡി ആയില്ല. അതിൽ പിന്നെ അത് ഞാൻ കഴിച്ചിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് അതേപോലെ എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ തെറ്റിയ ഭാഗം ഇവിടെ കഴിച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് എന്ത് തെറ്റ് തന്നെ വന്നാലും അത് നമ്മൾ തിരുത്തണം. കാരണം അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടൊരു കസ്റ്റമർക്ക് നമ്മൾ ഡ്രസ്സ് കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഞാൻ കഴിച്ചെടുത്തിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് അതൊക്കെ ആ പഫൊക്കെ കറക്റ്റാക്കി എടുത്തിട്ടോ. അതേപോലെ തന്നെ അടുത്ത സ്ലീവും അതേപോലെ ജോയിൻ ചെയ്തിട്ടോ. ഇവിടെ ഞാൻ തുന്നയ്ക്ക യൂസ് ചെയ്യണതാണ്, ഞെറിവിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് കേട്ടോ. അത് നല്ല സുഖമാണ്, അതിനെ കൊണ്ട് നമുക്ക് ഞെറിവിടാൻ പിടിക്കാനൊക്കെ. അതേപോലെ അത് ചെയ്ത് ആ കൈയും നല്ല രീതിക്ക് തന്നെ പഫായി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതേപോലെ തന്നെ ലൈനിങ് കറക്റ്റായിട്ട് ആ സ്ലീവിന്മേൽ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ലൈനിങ് വെച്ച ശേഷം കയ്യിൻ്റെ 2 തായ്ഭാഗവും ലൈനിങ്ങിൻ്റെ തായ്ഭാഗവും അതേപോലെ തന്നെ സ്ലീവിൻ്റെ തായ്ഭാഗവും മടക്കി അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കാരണം ഇത് ഫുൾ കൈയാണ്, ലൈനിങ് വരുന്നത് 3/4 സ്ലീവുമാണ് കേട്ടോ. 2 ഇതിലാണ്. ഫുള്ളായിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല, കാരണം അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടേക്കാരം ലൈനിങ്ങും ഫുള്ളായിട്ടുണ്ടായ. അപ്പോൾ രണ്ടും ഒരേ പോണ ഞാൻ ചെയ്തെടുത്ത് തായ്ഭാഗം മടക്കി അടിച്ച് കൊടുത്ത്, തായ്ഭാഗം തേര് ഭാഗം ഇനി സ്ലീവിൻ്റെ, അപ്പം പിന്നെ എന്നാലും ആ തേരുള്ളിൽ പോണ രീതിയിൽ തന്നെ മടക്കി അടിച്ചെടുക്കാണ്ട് ചെയ്തിട്ടുള്ളത്. ഈ മെറ്റീരിയലിൽ നന്നായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് വൈദ്യ പോവും. അപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ തായ്ഭാഗം മെയിൻ മെറ്റീരിയലൊക്കെ മടക്കി എടുക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ
ആങ്കോൺസ പോലെയൊക്കെ നിൽക്കും. അതിന് ശേഷം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ബോഡി പാർട്ടും സ്കേർട്ടിൻ്റെ ഭാഗവും ബോഡി പാർട്ടും തമ്മിൽ യോജിപ്പിച്ചെടുത്തിട്ടു കേട്ടോ. കാരണം 2 സൈഡും നന്നായിട്ട് 2 മടക്കി പിടിച്ചിട്ട് നടുഭാഗം ഒന്ന് ഒരു നോച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതേപോലെ ബോഡി പാർട്ടിൻ്റെ ഭാഗത്തും നോച്ചിട്ട് കൊടുത്ത് ശേഷം അടിഭാഗത്ത് ലേസൊന്ന് എക്സ്ട്രാ ഉണ്ടായിന് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ബോഡി ഭാഗത്ത് ഒരു നോച്ചിട്ട് കൊടുത്ത ശേഷം 2ൻ്റെ ഈ നോച്ചിട്ട ഭാഗം വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിങ്ങനെ ഒരു വലിഞ്ഞു പോയി മെറ്റീരിയൽ. ഇത് പിന്നെ വെട്ടിയിട്ടുള്ളത് ക്രോസ് ആയിട്ടിട്ടല്ലേ അമ്പർല രീതിയിൽ 1-2 വട്ടം എനിക്ക് കഴിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റെഡിയാക്കി കറക്റ്റ് വെച്ചിട്ട് 2 ഭാഗത്തും ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും മെയിൻ മെറ്റീരിയൽ ആദ്യം വെച്ച് സ്റ്റിച്ച് ചെയ്ത് അതിന് ശേഷം മെയിൻ മെറ്റീരിയൽ ലൈനിങ്ങും വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടോ. 2 ഭാഗം ഒരേപോലെ ലൈനിങ്ങും വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് അതിന് ശേഷം എനിക്ക് കറക്റ്റ് പിന്നെ പിറ്റേ ദിവസം ഇത് ചെയ്ത കാരണത്താൽ എനിക്കത് റെഡിക്ക് പിന്നെ വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിതിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്നാലും ഇതിപ്പോൾ മെയിൻ മെറ്റീരിയൽ ചെയ്തതാണ് കേട്ടോ ഇതിൽ കാണിക്കണത്. അതിന് ശേഷം ഈ ഡ്രസ്സ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാരെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആദ്യം സിബ് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തത് വരെ നിങ്ങൾ കണ്ടില്ലേ. പിന്നെ സൈഡ് ജോയിൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ സൈഡ് ജോയിൻ ചെയ്ത ശേഷം മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും തമ്മിൽ യോജിപ്പിച്ച് എല്ലാം ചെയ്ത ശേഷം താഴ്ഭാഗം റോള് ചെയ്ത് അടിക്കേണ്ടത് കണ്ടല്ലോ. 2 സൈഡും അടിച്ച് അതേപോലെ തന്നെ അതിൽ എന്താ പറയുക നമ്മളിതുണ്ടല്ലോ ഓവർലോക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം സൈഡ് ഭാഗം 2 സൈഡും ജോയിൻ്റ് ചെയ്ത് കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കറക്റ്റ് അളവൊക്കെ വരച്ച ശേഷം അതേപോലെ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം റോൾ ചെയ്താണ് അടിച്ചിട്ടുള്ളത്. മെയിൻ മെറ്റീരിയലിൻ്റെ ജിമ്മിച്ചൂൻ്റെ മെറ്റീരിയലിൻ്റെ അടിഭാഗം റോൾ ചെയ്തിട്ടാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായി. നല്ല കേളിയായിട്ട് എങ്ങനെയൊന്നും പറയുന്നില്ല, നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടായി കേട്ടോ ആ മെറ്റീരിയൽ റോൾ ചെയ്ത് അടിച്ചിട്ട്. ഞാനിത് ഉഷാ ജാനോമിൻ്റെ മെഷീൻ മേലാണ് കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗം അടിച്ചിട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു വീഡിയോ എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോ നിങ്ങൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഇടണ്ട്. ഇനി വേറെ ഏതെങ്കിലും ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കോളർ വെച്ചേക്കാണിത് ഹൈനെക്ക് കോളറാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഈ കോളർ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച ക്യാൻവാസ് നമ്മൾ ഷർട്ടിൻ്റെ കോളറിന് ഉപയോഗിക്കുന്ന ക്യാൻവാസാണ്. കണ്ടല്ലോ അതിൻ്റെ ബാക്കൊക്കെ നിൽക്കുന്നത് സിബൊക്കെ. ഇതിങ്ങനെ ക്യാമറയ്ക്ക് മുന്നിലൊക്കെ പിടിച്ച് അങ്ങനെ വല്ലാതെ തിളങ്ങണ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട്. മീറ്ററിന് എങ്ങാനും 140 എങ്ങാനുമാണ് മീറ്ററിന് ഈ മെറ്റീരിയലിന് വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കണ്ടില്ലേ നല്ല ഫുൾ അംബ്രല്ലയിലാണ് ചെയ്തത്. നല്ല ഫ്ലെയറായിട്ട് തന്നെ ഈ അംബ്രല്ല ഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ. അസ്സലാമു അലൈക്കും.